ടെലഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന്റെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങി. മരവിപ്പിച്ച നടപടി പുനഃപരിശോധിച്ചതിനു ശേഷം കൊൽക്കത്ത പോലീസ് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് പോലീസ് നടപടി. പാസ്പോർട്ട് പ്രിന്റിംഗ് തുടങ്ങാനുള്ള നടപടി ആരംഭിച്ചതായും വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, അതായത് SIR നടപ്പിലാക്കിയപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് കാണിച്ചായിരുന്നു ഈ ആർ രാജഗോപാലിന്റെ പാസ്പോർട്ട് നിഷേധിച്ചത്. വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നത്. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസിന്റെ നടപടിയെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പാസ്പോർട്ട് പ്രിന്റിംഗ് തുടങ്ങാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടല്ലേ? അതെ, തീർച്ചയായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വലിയൊരു സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ ടെലിഗ്രാഫ് മുൻ എഡിറ്റർ കൂടിയായിട്ടുള്ള ആർ രാജഗോപാലിന്റെ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ തടസ്സങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നേരത്തെ പാസ്പോർട്ട് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചപ്പോൾ പോലീസ് വെരിഫിക്കേഷന്റെ സമയത്ത് ക്ലിയറൻസ് നൽകാനായിട്ട് പോലീസ് തടസ്സങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. SIR നടപ്പിലാക്കിയപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ആർ രാജഗോപാലിന്റെ ഒഴിവാക്കപ്പെട്ടിരുന്നു. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾക്ക് പാസ്പോർട്ട് ക്ലിയറൻസ് നൽകാൻ കഴിയില്ല എന്നൊരു കാരണം കൊൽക്കത്ത പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായത്. എന്നാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് MP നേരത്തെ വിദേശ മന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കൊൽക്കത്ത പോലീസ് ഈ ഒരു നടപടി പുനഃപരിശോധിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ക്ലിയറൻസ് നൽകാത്ത നടപടി, അതായത് പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. പാസ്പോർട്ട് പ്രിന്റിംഗ് തുടങ്ങാനായിട്ടുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഈ ഒരു വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ആർ രാജഗോപാലിന്റെ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്.